സിമെൻറ്റ് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലാണ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്തും ലൈഫും ഒക്കെ ഒരു പരിധിവരെ ഈ സിമെൻറ്റിൻ്റെ ക്വാളിറ്റീനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡ് സിമെൻറ്റ് കുറച്ച് കോസ്റ്റ് കൂടിയാലും വാങ്ങി ഉപയോഗിക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. ഈ സിമെൻറ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ലാബിൽ കൺസിസ്റ്റൻസി ടെസ്റ്റ്, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ടെസ്റ്റ്, ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. എന്നിരുന്നാലും നമ്മൾ സൈറ്റിൽ ഈ സിമെൻറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാമെന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ സുബിൻ തോമസ്, ഗ്രീൻ ആഷ്വിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. നമ്മളൊരു സിമെൻറ്റ് വാങ്ങിയിട്ട് അത് നമ്മുടെ സൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ആണ്. നമ്മൾ സിമെൻറ്റിൻ്റെ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്. ഈ സിമെൻറ്റിൻ്റെ ഏജ് കൂടുന്തോറും അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. സിമെൻറ്റ് ഈ അന്തരീക്ഷത്തിലുള്ള ഈർപ്പവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇനീഷ്യൽ സെറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ കാരണം. ഏകദേശം 1 വർഷത്തോളമായ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് 40 to 50% കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 6 മാസമായ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് 30 to 40%, 3 മാസമായ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് 20 to 30% കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്ന സിമെൻറ്റ് മാനുഫാക്ചറിങ് ഡേറ്റിൽ നിന്ന് 3 മാസത്തിനുള്ളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം പ്രസൻസ് ഓഫ് ലംസ് ആണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയുള്ള ലംസ് ഒരുപക്ഷെ നിങ്ങൾ സിമെൻറ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സിമെൻറ്റ് അന്തരീക്ഷത്തിലെ ഈർപ്പവുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട പിടിച്ചിരിക്കുന്നതിനെയാണ് ഈ ലംസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങളുടെ സിമെൻറ്റിൽ ഈ ലംസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സിമെൻറ്റുകൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാതെ അത് ഒഴിവാക്കി കളയുന്നതാണ് നല്ലത്. മൂന്നാമത്തെ കാര്യം ഫ്ലോട്ടിംഗ് ടെസ്റ്റാണ്. നമ്മൾ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ട് അതൊരു ബക്കറ്റ് വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സിമെൻറ്റ് ആണെങ്കിൽ അത് കുറച്ച് നേരം ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് അത് അടിയിലേക്ക് താന്നു പോകും. അതുപോലെ തന്നെ ഇത് പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും സിമെൻറ്റ് കുറച്ച് ഭാഗം പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് സിമെൻറ്റിലെ ഇമ്പ്യൂരിറ്റീസിനെയാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ ഡസ്റ്റ് ആകാം, അതുപോലുള്ള എന്തെങ്കിലും സംഭവമാകും. അപ്പോൾ ഇങ്ങനെയുള്ള സിമെൻറ്റിന് സ്ട്രെങ്ത് കുറയുവാനായിട്ടൊരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സിമെൻറ്റുകളും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നാലാമത്തെ കാര്യം ടെമ്പറേച്ചർ ടെസ്റ്റാണ്. നമ്മൾ ഒരു ബാഗ് സിമെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് കൈ കടത്തി നോക്കുക. നമുക്ക് തണുപ്പാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അത് നല്ല ക്വാളിറ്റി സിമെൻ്റ് ആയിരിക്കും. അതേസമയം ചെറിയ ചൂടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ആ സിമെൻറ്റിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതായിരിക്കില്ല. അതിന് കാരണം ഈ സിമെൻറ്റ് നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ ഹൈഡ്രേഷൻ നടക്കുന്നതാണ്. ഈ ഹൈഡ്രേഷൻ്റെ ഫലമായിട്ടാണ് ഈ ചൂടുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സിമെൻറ്റിന് താരതമ്യേന സ്ട്രെങ്ത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺസ്ട്രക്ഷനിൽ നിന്ന് ഇത്തരത്തിലുള്ള സിമെൻറ്റ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അഞ്ചാമത്തെ കാര്യം സിമെൻറ്റിൻ്റെ കളറാണ്. സിമെൻറ്റിന് ഒരു ഡാർക്ക് ഗ്രീനിഷ് ഗ്രേ കളറാണ്. നമ്മൾ ഒരു ബാഗ് സിമെൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ യൂണിഫോം ആയിരിക്കും. ഇപ്പം നമ്മുടെ സിമെൻറ്റിൽ എന്തെങ്കിലും ഒരു കളർ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് അത്തരത്തിൽ സ്ട്രെങ്ത് കുറഞ്ഞ ഒരു സിമെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് ഓൾഡർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മോയ്സ്ചർ അറ്റാക്ക് നടന്നിട്ടുള്ളതോ ആയിട്ടുള്ള സിമെൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള സിമെൻറ്റും നമ്മൾ കൺസ്ട്രക്ഷനിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആറാമത്തെ കാര്യം അഡൾട്രേഷൻ ടെസ്റ്റാണ്. നമ്മുടെ സിമെൻറ്റിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മായം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ട് അത് നമ്മുടെ വിരൽ വെച്ച് റബ്ബ് ചെയ്ത് നോക്കും. ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് നല്ല സിമെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തെങ്കിലും റഫായിട്ടുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അത് സിമെൻറ്റിനകത്ത് സിൽറ്റോ സാൻഡോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് വന്നിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കാം. അത്തരത്തിലുള്ള സിമെൻറ്റ് അത്ര നല്ല ക്വാളിറ്റി ആയിരിക്കില്ല. ഏഴാമത്തെ കാര്യം സെറ്റിംഗ് ടൈം ടെസ്റ്റാണ്. അതിനുവേണ്ടി നമ്മൾ സിമെൻറ്റ് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ഉണ്ടാക്കും. അതൊരു ഗ്ലാസ് പ്ലേറ്റിൽ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കിയിടും. 24 മണിക്കൂറിന് ശേഷം ഇത് എടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ അത് നല്ല ക്വാളിറ്റി സിമെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നല്ല ബ്രാൻഡിലുള്ള സിമെൻറ്റുകൾ സെലക്ട് ചെയ്ത് വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിമെൻറ്റിൽ സൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്